ജോർദാനെയും ആക്രമിച്ച് ഇറാൻ. കഴിഞ്ഞ പ്രാവശ്യം കുവൈത്ത്, ബഹ്റൈൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ആക്രമണം നടത്തിയതോടനുബന്ധിച്ച് ജോർദാനിലുള്ള ബേസും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഒടുവിലായിട്ട് അമേരിക്ക സ്ഥിരീകരിച്ചു. നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു. 10ഓളം മിസൈലുകൾ വന്നിരുന്നു. അതിൽ 7 മിസൈലെങ്കിലും തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 3 മിസൈൽ എവിടെയാണ് പതിച്ചത്, എത്രത്തോളം നാശനഷ്ടമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നിട്ടില്ല. എന്നാൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് F-35 യുദ്ധവിമാനം അടക്കമുള്ള വലിയ നാശനഷ്ടങ്ങൾ തീർക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും അതോടുകൂടിയാണ് അമേരിക്ക ഒതുങ്ങിക്കിട്ടിയത് എന്നുമാണ് ഇറാൻ്റെ പ്രതികരണം. തങ്ങളെ IRGCയുടെ കൃത്യമായിരിക്കുന്ന ഇടപെടൽ മൂലം തന്നെയാണ് ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. ഇതിനു മുൻപും ജോർദാനിൽ നിന്ന് തങ്ങൾക്ക് നേരെയും അതേപോലെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ജോർദാനിൽ നിന്ന് തങ്ങളുടെ മിസൈലുകളെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. 100ഓളം മിസൈലുകൾ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 300ഓളം മിസൈലെങ്കിലും ആ സമയത്ത് ഫസ്റ്റിൽ ഈ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ജോർദാൻ്റെ ആകാശത്തിലൂടെയാണ് പരമാവധി മിസൈലുകൾ പോയത്. അവിടെ വെച്ച് തന്നെ പ്രതിരോധമുണ്ടാക്കി. അങ്ങനെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ ജോർദാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ഇറാനിൽ നിന്ന് മിസൈൽ ഇസ്രായേലിന് നേരെ വരുന്ന സമയത്ത് അത് അപ്പാടെ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെടുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ജോർദാനെതിരെ ഒരു ഭീഷണിയായിട്ട് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് എതിരെ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുകയാണെങ്കിൽ ശത്രുവായി കണ്ട് തന്നെ തങ്ങൾ ആക്രമിക്കും എന്നുള്ളതാണ്. അങ്ങനെ ജോർദാൻ ഇറാൻ തമ്മിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നാറ്റോ മേഖലയിൽ പ്രവർത്തിക്കപ്പെടുന്ന എല്ലാവിധ സൈനിക സംവിധാനത്തിൻ്റെയും പ്രധാനമായിരിക്കുന്ന ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നത് ജോർദാനാണ്. അപ്പോൾ ജോർദാനിൽ വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളും പരിശോധനകളും പരീക്ഷണങ്ങളും നടത്താറുണ്ട്. വലിയ വ്യത്യാസമൊന്നും ജോർദാനും ഇറാനും തമ്മിൽ ഇല്ല എന്നതിനാൽ അവരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ടോ എന്നൊരു സംശയം ഇതിന് മുൻപ് തന്നെ ഇറാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ മേജർ ഹബ്ബായിട്ട് ഈ മേഖല പ്രവർത്തിക്കുന്നു. ജോർദാനിലെ അൽ അസ്റഖ് അമേരിക്കൻ സൈനിക ബേസാണ് ഇറാൻ ആക്രമിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. F-35, F-15, F-16 യുദ്ധവിമാനങ്ങളെല്ലാം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു വിമാനം തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒന്നിലധികമുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. F-35ൻ്റെ കഷ്ണങ്ങൾ ചില ഭാഗത്ത് ചെതറിക്കെടുക്കുന്നതായിരിക്കുന്ന ചില സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇതിന് തെളിവായിട്ട് ഇറാൻ ഉദ്ധരിച്ചത്. അത് കൃത്യമായ രീതിയിൽ അത് പരിശോധിക്കാൻ വേണ്ടി സാധിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കള്ളത്തരങ്ങളും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സത്യമായിട്ട് തന്നെ നിലനിൽക്കും എന്ന് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പറയുന്നു. അമേരിക്കയ്ക്ക് ജോർദാനിൽ പരിശീലന കേന്ദ്രവും സൈനിക ഹബ്ബും അതോടൊപ്പം തന്നെ മറ്റ് സൈനികർക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ മാത്രമുള്ള സംവിധാന കാര്യങ്ങളുണ്ട്. 20ഓളം ഏറെക്കുറെ 20ഓളം സൈനിക ബേസ് ജോർദാനിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. 6 സ്ഥിരീകരിക്കപ്പെട്ടതാണ്. മറ്റ് പല മേഖലകളിലും ഇത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ജോർദാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിർത്തി പങ്കിടുന്ന മേഖലയായതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസം തങ്ങൾക്ക് ഉണ്ടാവാൻ ഭാവിയിൽ സാധ്യതയുണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാഖിൻ്റെയും സിറിയയുടെയും ഇസ്രായേലിൻ്റെയും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഈ 3 രാജ്യങ്ങളും ഇറാഖാവട്ടെ, സിറിയ ആവട്ടെ, ഇസ്രായേൽ ആവട്ടെ ഏറെക്കുറെ അമേരിക്കയ്ക്ക് അനുഭാവം പ്രകടിപ്പിക്കുകയോ അതല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടുകളെ വെല്ലുവിളിക്കാൻ മാത്രം സൈനിക ശേഷി ഉള്ളതോ അല്ല. അത് ഉദ്ദേശിക്കുന്നത് ഇറാഖിനെയാണ്. സിറിയയിലും ഇസ്രായേലും നമുക്കറിയാം അവരുടെ ഭരണ സംവിധാനത്തിൻ്റെ തുടർച്ച പോലെ തന്നെയാണ് അവിടെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ വിഷയമില്ല. പക്ഷേ ഇറാഖിലെ സ്ഥിതി ഇങ്ങനെയാണ്. ഇത് ഇറാനിൽ എല്ലാ കാലത്തും പ്രയാസമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജോർദാൻ്റെ കിഴക്ക് നിന്ന് ഇറാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഏകദേശം 900 കിലോമീറ്റർ 700 to 900 കിലോമീറ്ററാണ് ദൂരപരിധി കണക്കാക്കുന്നത്. ഇനി കരമാർഗം നോക്കുകയാണെങ്കിൽ ഏകദേശം 1200-1400 കിലോമീറ്ററാണ് ആ കാര്യങ്ങളും ആ മേഖലയിലും ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ജോർദാൻ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും ഇപ്പോൾ ഉണ്ട്. വെറും ഒരു നയതന്ത്ര ബന്ധമല്ല, അത് ബിസിനസ് ബന്ധവും സൗഹൃദ ബന്ധവും ഒക്കെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേലുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ജോർദാൻ വലിയ താല്പര്യമായിരുന്നു. അങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങളുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് അവിടെ അവർ എംബസി തുറക്കാൻ വേണ്ടിയിട്ട്, അതായത് ജോർദാൻ്റെ അകത്ത് ഇസ്രായേലിൻ്റെ എംബസി തുറക്കാൻ വേണ്ടിയിട്ടുള്ള
അനുമതി നൽകി. അത് വലിയ എതിർപ്പിനൊക്കെ പാത്രമായിരിക്കുന്ന സംഭവമാണ്. അതിൻ്റെ വല്ലാതൊന്നും വൈകുന്നതിന് മുൻപ് തന്നെ ജോർദാൻ എംബസി ഇസ്രായേൽ തുറന്നിട്ടുണ്ട്. എന്നാൽ ജോർദാൻ എംബസി ഇസ്രായേൽ തുറന്നതിന് ശേഷമാണ് ഇസ്രായേൽ എംബസി ജോർദാനിൽ തുറന്നത് എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഏതാണെങ്കിലും ഈ എംബസി ആണെങ്കിലും കോൺസുലേറ്റ് ആണെങ്കിലും വലിയ കുറ്റമറ്റ രീതിയിൽ രണ്ട് രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട്. അവർ തമ്മിൽ വലിയ സൗഹൃദം, വലിയ ബന്ധമുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. അപ്പോൾ ഇതിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു റിപ്പോർട്ടുണ്ട്. കാര്യം വെച്ചാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അമേരിക്ക വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നു. കാര്യം ആ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ സൈനികരെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കണമെന്ന് പരമാവധി രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദിയുണ്ട്. സൗദിയുടെ കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ കരാർ വ്യവസ്ഥ പ്രകാരം മാത്രമാണ് അവിടെ ഉള്ളത്. സ്ഥിരമായ രീതിയിലുള്ള ഒരു സൈനിക സംവിധാന കാര്യങ്ങൾ സൗദിയിലില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കില്ല. കാരണം വെച്ചാൽ പോകണമെന്ന് പറഞ്ഞാൽ പോകണം, അത്രേ ഉള്ളൂ ആ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒമാനിലും അമേരിക്കയ്ക്ക് സൈനിക ബേസോ സംവിധാനങ്ങളോ ഇല്ല. അതുകൊണ്ട് അവർ പോകണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ താൽക്കാലികമായിരിക്കുള്ള ബേസ് പരസ്പരം നയതന്ത്ര ബന്ധം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. ശേഷിക്കുന്നത് അത് UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഒക്കെ അവർക്ക് സ്ഥിരമായ രീതിയിലൊരു സൈനിക ബേസുകളുണ്ട്. ഈ ബേസുകൾ അമേരിക്കയുടേതാണ് എന്നതിനാൽ തന്നെ തങ്ങളുടെ രാജ്യം പോലും സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ പറയുന്നത്, നിങ്ങൾ ഘട്ടം ഘട്ടമായ രീതിയിൽ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം. ഞങ്ങളുടെ ശത്രു അല്ലാത്ത രാജ്യത്തെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്രമിച്ചുകൊണ്ട് ശത്രുവാക്കുകയും അതോടൊപ്പം തന്നെ അവരെ തിരിച്ചടി തങ്ങളുടെ രാജ്യത്തിൻ്റെ എല്ലാവിധ അതിർത്തി സംവിധാനങ്ങളും ഭേദിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം തങ്ങൾക്കുണ്ട്. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളും വിദേശ രാജ്യത്ത് ഈ രാജ്യത്തേക്ക് ജോലിക്ക് വേണ്ടി എത്തിരുന്ന ജനങ്ങളും അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നു. അതിനാൽ എന്ത് ചെയ്യണം? ഈ മേഖലയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. UAE ആണ് ആദ്യം പറഞ്ഞത് എന്ന് പറയപ്പെടുന്നു, സ്ഥിരീകരിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. ഘട്ടം ഘട്ടമായ രീതിയിൽ മറ്റു രാജ്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അമേരിക്ക ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വല്ലാതൊന്നും തങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള കാലത്ത് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പം തന്നെ UAE നിന്നുള്ള ആക്രമണം ഇല്ല, സൗദി അറേബ്യയിൽ നിന്നുള്ള ആക്രമണം ഇല്ല, ഒമാനിൽ നിന്നുള്ള ആക്രമണം ഇല്ല. കാര്യമായിട്ട് ഖത്തറിൽ നിന്നുള്ള ആക്രമണം ഒരു പരിധിവരെയല്ല ഇപ്പോൾ ആക്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ബഹ്റൈനും കുവൈറ്റുമാണ് കാര്യമായിട്ട് ആക്രമിക്കുന്നത്. അവർക്ക് നേരെയാണ് ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാകുന്നത്. അങ്ങനെ അവിടെ ഒരു പ്രതിസന്ധി ആകുന്ന സമയത്ത് പിന്നീട് ജോർദാനിൽ നിന്ന് ആക്രമിക്കാനുള്ള പരിപാടിയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർദാൻ നിലവിലെ സാഹചര്യത്തിൽ യാതൊരു എതിർപ്പും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായി ഏറ്റുമുട്ടാനുള്ള ധൈര്യങ്ങളോ കപ്പാസിറ്റിയോ ശക്തിയോ സംവിധാനങ്ങളോ ജോർദാൻ ഇല്ല എന്നുള്ള കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാം. ജോർദാനെ പോലെ സംരക്ഷിക്കാൻ തങ്ങളാണെന്ന് പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റുമാർ മാറി വരുന്ന സമയത്ത് പറയാറുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയും സ്വാധീനവും ജോർദാൻ്റെ ഭൂമിയിൽ അമേരിക്കക്കാർക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ പോകുന്നുണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ രാജ്യങ്ങൾ ഏതെങ്കിലും കാരണത്താൽ അവിടുന്ന് ആക്രമിക്കാൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ ജോർദാനെ കക്ഷിയാക്കി ചേർത്തുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളതാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കുന്നത്. ആ ലക്ഷ്യത്തിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അത് ഇറാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ അമേരിക്ക ഏതൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രമേ സൈനികപരമായിരിക്കുന്ന ശക്തിയും അതിന് രഹസ്യം ചോർത്താനുള്ള കഴിവും കരുത്തുമുള്ള രാജ്യമായി ഇറാൻ മാറിയത് എന്തോ കാരണത്താൽ അമേരിക്ക അത് അറിയാതെ പോയി, മനസ്സിലാക്കാതെ പോയി. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പം ജോർദാനെ ഞങ്ങൾ ഉയരാൻ വേണ്ടി സാധിക്കുകയില്ല. ജോർദാൻ ഉയർന്നാൽ അത് തങ്ങളെ സാരമായിട്ട് അത് ബാധിക്കും. സർവ്വ മേഖലയും ബാധിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ചെറിയ മേഖലയൊന്നുമല്ല, സർവ്വ മേഖലയും ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ എന്ത് ചെയ്തത്? ജോർദാൻ്റെ അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൻ്റെ മുൻപിൽ തകർന്നു പോവുക എന്നല്ലാതെ ഇറാൻ്റെ അതിശക്തമായിരിക്കുന്ന മിസൈലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമൊന്നും നിലവിലെ സാഹചര്യത്തിൽ അവരുടെ കൈവശത്തില്ല. കാര്യം അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനത്തിൻ്റെയും ആന്തരിക വശങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ട്, അല്ലെ ചോർത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ശക്തി ഉള്ള മിസൈലിനെയാണ് പ്രതിരോധ സംവിധാനം പ്രതിരോധിക്കുക എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനും അപ്പുറമുള്ള മിസൈലുകൾ തങ്ങൾ നിർമ്മിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. അതിൻ്റെ മുമ്പിൽ തകർന്നു പോവുകയല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്നുകൂടി അവർ ജോർദാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.